ഹായ് വെൽക്കം ഓൾ മറ്റൊരു വീഡിയോ നമുക്കിവിടെ പരിചയപ്പെടാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഓൺലൈൻ ഡിവൈസസും ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റൽ ഗാഡ്ജറ്റും ഡിജിറ്റൽ ഡിവൈസസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നമുക്ക് പേഴ്സണലായിട്ടും ഒരു ബിസിനസ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് ചാനൽസ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ, സെർച്ച് എഞ്ചിൻസ് ആൻഡ് ഇമെയിൽസ് ആൻഡ് വെബ്സൈറ്റ്സ്, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാറ്റഗറീസ്? ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാറ്റഗറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സെർച്ച് എഞ്ചിൻസ്, സോഷ്യൽ മീഡിയ, ഇമെയിൽസ് ആൻഡ് വെബ്സൈറ്റ്, ഈ പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് എക്സാക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നു, വണ്ടർഫുള്ളായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുകയും മാത്രമല്ല നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് അറ്റ് എ ടൈം നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന് വേണ്ടി ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, കണ്ടന്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ അഡ്വർടൈസിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് AI ടൂൾസും കൂടെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് റീച്ച് ആവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മുടെ ബിസിനസ്സിനെയും പെട്ടെന്ന് ആക്സസ് കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കാൻ പറ്റും. കസ്റ്റമേഴ്സിനെ നമ്മളെ കോൺടാക്ട് ചെയ്യാനും ഫീഡ്ബാക്കുകൾ അറിയിക്കാനും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദ ഗോൾ ഈസ് ടു ക്രിയേറ്റ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് ഡ്രൈവ് ട്രാഫിക്, ജനറേറ്റ് ലീഡ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് സെയിൽസ് ആൻഡ് conversions. Okay, and digital marketing allows business to reach global audience and track and analyze and campaigns in the real time and tailor marketing efforts to specific demographics, making it a dynamic and essential component of modern marketing strategies. ഓക്കെ, നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നതിലൂടെ വൈഡ് റേഞ്ച്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് എവിടെ വേണോ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, എത്തിക്കാം, ഓർഡർ എടുക്കാം എന്നുള്ള എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല ഇൻ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും പ്രൊഡക്റ്റ് സെല്ലിങ് ചെയ്യാൻ പറ്റുന്നതും മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവാണ്, എന്നാൽ റിട്ടേൺ നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു 1000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 6000 റുപ്പീസിൻ്റെ ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻകം ജനറേറ്റ് ചെയ്യാനും പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്നതിലുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.